പ്രിയമുള്ളവരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് യാതൊരു ഉപകരണങ്ങളുമില്ലെന്നും ആ ഉപകരണങ്ങൾക്ക് വേണ്ടി സൂപ്രണ്ടിനെയും മന്ത്രിയുടെ ഓഫീസിലെയും ഒക്കെ സമീപിച്ചിട്ട് യാതൊരു യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ഹസൻ വെളിപ്പെടുത്തിയതിൻ്റെ രണ്ടാം ദിവസം അദ്ദേഹത്തിനെ അച്ചടക്കത്തിൻ്റെ വജ്രായുധം കൊണ്ട് വെട്ടി വീഴ്ത്താനായിട്ട് ആരോഗ്യമന്ത്രി സർക്കാരും ഇറങ്ങി പുറപ്പെട്ടപ്പോഴേക്ക് അദ്ദേഹത്തിന് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ കണ്ട് ഞെട്ടിവിറച്ചുപോയ ആരോഗ്യമന്ത്രി മലക്കം മറിഞ്ഞു. അദ്ദേഹം നല്ലൊരു ഡോക്ടറാണെന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അഥവാ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ അത് തൻ്റെ കുറ്റം കൊണ്ടല്ലെന്നും സിസ്റ്റത്തിൻ്റെ തകരാറാണെന്നുമാണ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത്. സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്റം എന്താണെന്ന് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്ന് വ്യക്തമാക്കണം. എൻ്റെ ചോദ്യം, ഈ മന്ത്രിമന്ദിരങ്ങളിലും മന്ത്രിയുടെ ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ ഏതെങ്കിലും നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി വെച്ചിരിക്കുന്ന യന്ത്രമാണോ നിങ്ങൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്കറിയാവുന്ന സിസ്റ്റം എന്ന് പറയുന്നത്, ജനങ്ങൾക്കൊരു പരാതി ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് ആ പരാതി പരിഹരിക്കുകയും ചെയ്യുന്നതാണ് സിസ്റ്റം എന്ന് ഞങ്ങൾക്കറിയാവുന്നത്. അതിന് ആ സിസ്റ്റത്തിന് തകരാറുണ്ടാകേണ്ട കാരണം എന്താ? എല്ലാ മനുഷ്യനും ഉണ്ണുന്ന ചോറിനങ്ങ് നന്ദി കാണിച്ചാൽ മതി. അതായത് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും സത്യസന്ധതയും കാര്യക്ഷമതയും ഉണ്ടെങ്കിൽ സിസ്റ്റത്തിന് എങ്ങനെ തകരാറ് സംഭവിക്കും? അതിന് പകരം ഏതെങ്കിലും ഒരു പദ്ധതി, ഉദാഹരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒരു വർഷത്തേക്ക് 400 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുന്നുവെന്ന്, അതുപോലെ തന്നെ എല്ലാ പദ്ധതികൾക്കും കോടിക്കണക്കിന് രൂപ വകയിരുത്തുന്നുവെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി മേടിച്ചിട്ട് അതിൻ്റെ പകുതി പോലും അവിടെ കൊടുക്കാതെ അത് മുഴുവൻ കട്ടുതിന്നും വെട്ടിത്തിന്നും തിന്നുമുടിച്ചും സമ്പാദിച്ചും കൂട്ടുന്ന ഈ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ആണോ ഈ സിസ്റ്റത്തെ തകരാറിലാക്കിയത്, അതോ പൊതുജനങ്ങളാണോ? ഈ സിസ്റ്റം പരിഹരിക്കേണ്ടത് നിങ്ങൾ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണോ, അത് പൊതുജനങ്ങളാണോ പരിഹരിക്കേണ്ടത് എന്നുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ദയവായിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.